ഇസ്രായേലിന് പിന്തുണ നൽകിയാൽ അമേരിക്ക, ബ്രിട്ടീഷ്, ഫ്രാൻസ് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന് ഇറാൻ. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വരുത്താൻ അറബ് രാജ്യങ്ങൾ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങി. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുന്നത് തടയാൻ ശക്തമായ ഇടപെടലാണ് അറബ് രാജ്യങ്ങൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയും വ്യക്തമാക്കി. ഇതിനിടെ ഇറാനെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചറിയിച്ചു. ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന് പിന്തുണ നൽകിയാൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളും മേഖലയിലെ സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇസ്രായേലിന് ഒരു തരത്തിലുമുള്ള സഹായവും നൽകില്ലെന്നറിയിച്ച് ബ്രിട്ടൻ രംഗത്തെത്തി. ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യം സൃഷ്ടിച്ച ആശങ്കയിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയും കുത്തനെ ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.